ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോസ് ഓഫ് മോഷൻ എന്ന ചാപ്റ്ററാണ് നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ് വരെ കുറേയധികം കാര്യങ്ങൾ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചു, വ്യത്യസ്തമായ കാര്യങ്ങൾ. ഇന്നും നമ്മൾ തീർത്തും വ്യത്യസ്തമായ ഒരു ഫിസിക്കൽ ഫിനോമിനെ കുറിച്ചാണ് വിശദമാക്കാൻ പോകുന്നത്. നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ കാണാറുള്ള ഒരു സംഭവം തന്നെയാണ്. നിങ്ങൾ പലരും സൈക്കിൾ ചവിട്ടുന്നവരാണ്, ഒരു പക്ഷേ പലരും സ്കൂട്ടർ ഓടിക്കുന്നവരും കാണും, പക്ഷെ കാർ ഓടിക്കുന്നവരും കാണാം. ചിലപ്പോൾ ലൈസൻസ് കിട്ടാനുള്ള പ്രായമാകാത്തവരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നത് കുറ്റകരവുമാണ്. സ്കൂട്ടറും കാറും ഒക്കെ അഥവാ ഓടിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ സൈക്കിൾ ഓടിക്കുമ്പോൾ വളരെ സ്പീഡിൽ പോകുന്ന നിങ്ങൾ ഒരു വളവ് എത്തിയാൽ അതേ വേഗതയിൽ നിങ്ങൾ ആ വളവ് തിരിക്കാൻ നോക്കുമോ? ഒരിക്കലും ഇല്ല. എന്തുകൊണ്ടാ? അങ്ങനെ തിരിക്കാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ കയ്യാലപ്പുറത്ത് പടവായിട്ടിരിക്കും, ഇല്ലേ? അതിന് കാരണം നമുക്ക് സ്ട്രെയിറ്റ് ലൈനിൽ വരുന്ന അതേ വേഗതയിൽ വളവിലൂടെ എടുക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ബാലൻസ് നഷ്ടപ്പെടാം. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ബാലൻസ് നഷ്ടപ്പെടുന്നത്? ഒരു കാറിലോ ബസ്സിലോ പോകുമ്പോഴും ഇതുപോലെ തന്നെ ആയിരിക്കുമോ അവസ്ഥ? ഒരു വളവിലെത്തുമ്പോൾ നേർ റോഡിലൂടെ വരുന്ന അതേ വേഗതയിൽ ആ വളവും നമ്മൾ വളയ്ക്കാൻ പറ്റുമോ? അങ്ങനെ വളച്ചാൽ സുരക്ഷിതമായിരിക്കുമോ? ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഒന്ന് കാണാൻ പോകുന്നത്. കാർ ഓൺ എ ലെവൽഡ് സർക്കുലർ റോഡ്. ഇതിനെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ പഠിക്കാനുണ്ടെങ്കിലും ഇന്ന് നമ്മൾ ഒരു ലെവൽഡ് റോഡിൽ മാത്രം കാറ് വളയ്ക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നത് നോക്കുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ലെവൽഡ് അല്ലാത്ത റോഡ് ഉണ്ടോ എന്ന്? തീർച്ചയായിട്ടും ഉണ്ട്. നിങ്ങൾക്കറിയാം, നിങ്ങളെ വലിയ വലിയ റോഡുകൾ, MC റോഡ് അല്ലെങ്കിൽ നാഷണൽ ഹൈവേ, ഇങ്ങനെയൊക്കെയുള്ള റോഡുകളിൽ വളവുകളിൽ എത്തുമ്പോൾ എന്നാ പറ്റും? വളവ് കുറച്ച് ചരിച്ചു വെച്ചേക്കുന്നതായിട്ട് കാണാം, അല്ലെങ്കിൽ ഒരു ഭാഗം പൊങ്ങിയും ഒരു ഭാഗം താന്നു ഇരിക്കുന്നതായിട്ട് കാണാം. അല്ലെങ്കിൽ നിങ്ങൾ ഹെയർ പിൻ വളവുകളുള്ള മൗണ്ടൻ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ എന്നാ പറ്റും? വളവുകളൊക്കെ എത്തുമ്പോൾ കൊടും വളവുകളാണെങ്കിലും ചില വളവുകൾ ചരിഞ്ഞിരിക്കുന്നതായിട്ട് കാണാം. വളവുകളുടെ ഒരറ്റം പൊങ്ങിയും മറ്റേ അറ്റം താന്നു ഇരിക്കുന്നതായിട്ടും കാണാം. റെയിൽവേ പാളങ്ങളിലും ചില സ്ഥലങ്ങളിൽ ഇങ്ങനെയൊക്കെ കാണാറുണ്ട്. എന്തിനാ പറയും? നിങ്ങൾ ബൈക്ക് റേസിംഗും കാർ റേസിംഗ് ഒക്കെ TV-യിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ബൈക്ക് റേസിംഗിലെ വളവ് എത്തുമ്പോൾ നമുക്കറിയാം വളരെ ചരിഞ്ഞിരിക്കുന്ന കാണാം വളവുകളിലൊക്കെ, ആ ട്രാക്കുകൾ. അപ്പൊ അങ്ങനെ ബാങ്കിങ് ഓഫ് റോഡ് എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പൊ അങ്ങനെയും ചെയ്യാറുണ്ട് റോഡുകളിൽ വളവുകളിൽ എത്തുമ്പോൾ. ഇതിന്റെയൊക്കെ പുറകെ രഹസ്യം എന്താണ്? എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇതൊക്കെയാണ് നമ്മൾ ഇവിടെ ശ്രദ്ധിക്കുന്നത്. അപ്പൊ തൽക്കാലം നമ്മൾ അങ്ങനെ ചരിച്ചിട്ട ഒരു ഭാഗം പൊങ്ങിയും ഒരു ഭാഗം താന്നുമുള്ള റോഡിലേക്ക് ശ്രദ്ധിക്കുന്നില്ല. നേരെയുള്ള വഴിയാണ്. വളവെത്തുമ്പോഴും എന്നാ പറ്റും? അതേ പ്ലെയിൻ റോഡ് തന്നെയാണ്. റോഡിൽ യാതൊരു സർക്കസും അഭ്യാസവും നമ്മളിപ്പോൾ കാണിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു വളവ്, സ്ട്രെയിറ്റ് റോഡ് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ വളവിലെത്തി, വളവ് ഇങ്ങനെ വളഞ്ഞ് പോവായിരിക്കാം. വളവ് നേരെ എങ്ങോട്ടേലും ഒക്കെ പൊക്കോട്ടെ. ഇതൊരു കർവ്ഡ് സർഫസാണ്. അപ്പൊ അതുവഴി ഒരു കാറ് പൊക്കോണ്ടിരിക്കും. ഒരു കാറാണ്. കാറിന്റെ മാസം എമ്മാന്ന് വിചാരിച്ചോളൂ. ഇങ്ങനെ വളഞ്ഞ് മുന്നോട്ട് പൊക്കോണ്ടിരിക്കും. നിങ്ങൾക്കറിയാം, ഈ കർവ് ഇപ്പൊ ഒരു വലിയൊരു സർക്കിളിന്റെ പാർട്ടാണ്, അല്ലെ? ആക്ച്വലി ഇതൊരു ആർക്ക് മാത്രമേ ഉള്ളെങ്കിലും അതൊരു വലിയ സർക്കിളിന്റെ പാർട്ടാണ്. അപ്പൊ വണ്ടി ഇങ്ങനെ വളഞ്ഞു വരിക, അല്ലെ? വണ്ടി ഇങ്ങനെ വളഞ്ഞു വരികയാണെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ പഠിച്ചു, സർക്കുലർ മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന ബോഡികൾക്കെല്ലാം ഉള്ളതാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ്, അല്ലെ? സെൻട്രിപെറ്റൽ ഫോഴ്സ്. അപ്പൊ അതാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ, ഈ ക്ലാസ്സിൽ ആദ്യമായിട്ട് നോക്കേണ്ടത്. നിങ്ങൾക്കറിയാം, ഒരു സർക്കുലർ മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന പാർട്ടിക്കിളിന് എപ്പോഴും വെലോസിറ്റി ഏതുവഴി ആയിരിക്കും? പറഞ്ഞോളൂ. അതെ, ടാൻജന്റിലൂടെ ആയിരിക്കും. നമ്മൾ നേരത്തെ വിശദമായിട്ട് ഒരു വീഡിയോയിൽ നമ്മൾ പഠിച്ചതാണ്. ഇനി സർക്കുലർ മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന പാർട്ടികൾക്ക് ആക്സിലറേഷൻ എങ്ങോട്ടായിരിക്കും? സെന്ററിലേക്കായിരിക്കും. നിങ്ങൾ അതിനെ വിളിച്ച പേരെന്താണ്? സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ. അപ്പൊ ആക്സിലറേഷൻ ഒരു മാസിൽ ഉണ്ടാക്കുന്ന ഫോഴ്സ് എന്താണ്? സെൻട്രിപെറ്റൽ ഫോഴ്സ്. നമ്മൾ പഠിച്ച എങ്ങനെയാണ്? mv²/r നമ്മൾ പഠിച്ചത്. mv²/r. m is the, ഇവിടെ കറങ്ങുന്ന വസ്തു കാറാണെങ്കിൽ മാസ് ഓഫ് ദ കാർ, v is the velocity and r is the radius of the circular path. ഇവിടെ നമുക്ക് പറയാം കാറിന്റെ മാസാണ് m. ഈ വാഹനം പോകുന്ന സർക്കുലർ റോഡിന്റെ ഒരു പാർട്ട് ഉണ്ടല്ലോ, അതൊരു വലിയൊരു സർക്കിളിന്റെ പാർട്ട് ആയിരിക്കും. അപ്പൊ അതിന് സെന്റർ കാണാം. നമ്മളതൊന്നും റോഡ് ഇങ്ങനെ നേരെ പോകുന്നുണ്ടെങ്കിലും നമുക്ക് അതിനൊരു സർക്കിളായിട്ട് കണ്ടിട്ട് അതിനൊരു റേഡിയസ് കാണും. അപ്പൊ അതാണ് അവിടുത്തെ റേഡിയസ് എന്ന് പറയുന്നത്. ആൻഡ് v is the velocity of the car. അപ്പൊ സെൻട്രിപെറ്റൽ ഫോഴ്സ് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും വളവിലൂടെ വളഞ്ഞു പോകുന്ന ഒരു കാറിന്. ഏതൊരു വസ്തുവിനും സർക്കുലർ മോഷൻ എക്സിക്യൂട്ട് ചെയ്തെങ്കിൽ എന്തുണ്ട്? സെൻട്രിപെറ്റൽ ഫോഴ്സ് ഉണ്ട്. ഈ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഒരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? ഇതാരെങ്കിലും പ്രൊവൈഡ് ചെയ്തേ പറ്റും. സൂര്യന് ചുറ്റും ഭൂമി കറങ്ങുമ്പോഴും സെൻട്രിപെറ്റൽ ഫോഴ്സ് ഉണ്ട്. ആര് കൊടുക്കും? ന്യൂട്ടൺ പറഞ്ഞു, അത് the force of attraction between earth and sun, gmm/r². നിങ്ങൾ കുഞ്ഞു ക്ലാസ്സിൽ അതിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അടുത്ത ചാപ്റ്റർ നമുക്ക് വിശദമായിട്ട് പഠിക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചു, കയ്യില് കയറ് വെച്ചിട്ട് ആ കയറിന്റെ അറ്റത്ത് വെള്ളക്ക വെച്ചോ അല്ലെങ്കിൽ ഒരു സ്റ്റോൺ വെച്ചിട്ടോ കറക്കിയാൽ അവിടെയും സ്റ്റോണിന് സെൻട്രിപെറ്റൽ ഫോഴ്സ് ഉണ്ട്, which is provided by the force or tension between the hand and the stone.
അപ്പോൾ സെൻട്രിപെറ്റൽ ഫോഴ്സ് ആരെങ്കിലും കൊടുത്താലേ പറ്റൂ. ഒരു റോഡിലൂടെ പോകുന്ന വാഹനത്തിന് അപ്പോൾ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഉണ്ട്. ആര് കൊടുക്കുമെന്ന് അറിയാമോ? തീർച്ചയായിട്ടും റോഡിന്റെ സർഫസും വാഹനത്തിന്റെ ടയറും തമ്മിലുള്ള ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ് ഇവിടെ സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കാട്ടെ, നിങ്ങളുടെ വീട്ടിലെ ഒരു വാതിൽക്കല് കുറച്ച് എണ്ണ കിടക്കുകയാണ്, അല്ലെങ്കിൽ തറയിൽ കുറച്ച് എണ്ണ കിടപ്പുണ്ട്, അല്ലെങ്കിൽ വെള്ളം കിടപ്പുണ്ട്. നിങ്ങൾ വേഗതയിൽ ഓടി വന്ന് വാതിലിന്റെ അവിടുന്ന് ടേൺ ചെയ്യുക. എണ്ണയിൽ ചവിട്ടി എന്നാ പറ്റും? തീർച്ചയായിട്ടും തെന്നിയടിച്ച് താഴെ വീഴും. പകരം അവിടെ എണ്ണയില്ല, പരിക്കൻ സർഫസ് ആയിരുന്നെങ്കിൽ എന്നാ പറ്റിയെന്ന് നിങ്ങൾക്ക് ഒരു തരത്തിലേക്ക് ബാലൻസ് ചെയ്ത് സ്പീഡിൽ നിങ്ങൾക്ക് പോകാൻ പറ്റും. രണ്ട് സ്പീഡിലുള്ള കാര്യമാണ് പറഞ്ഞത്. സാവധാനം നടന്നു പോയാൽ എണ്ണയെ ചവിട്ടി നമ്മൾ വളരെ സാവധാനം പോകുന്നെങ്കിൽ സൂക്ഷിച്ചൊക്കെ പോകാൻ പറ്റും. അപ്പൊ അതുപോലെയുള്ളൂ. ഫ്രിക്ഷൻ കൂടിയാൽ എന്നാ പറ്റും? പിടുത്തം കിട്ടും. കാലും തറയും തമ്മിൽ ഫ്രിക്ഷൻ കുറഞ്ഞപ്പോൾ എന്നാ പറ്റി? എണ്ണ കടന്നപ്പോൾ എന്നാ പറ്റി? കാല് തെന്നിപ്പോയി. അപ്പൊ നിങ്ങൾക്ക് വളഞ്ഞപ്പോൾ കൂടുതൽ അപകടകരമായി. നേരെ പോയാൽ പോലും ഫ്രിക്ഷൻ ഇല്ലെങ്കിൽ എന്നാ പറ്റും? തെന്നിയടിച്ച് താഴെ വീഴും. അപ്പോ ഒരു കാർ ഓൺ എ സർക്കുലർ റോഡിൽ പോകുന്നുണ്ടെങ്കിൽ ആ കാറിനുള്ള സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത് ആരാണ്? വളയുമ്പോൾ മാത്രം. ആരാണ് കൊടുക്കുന്നത്? ഇറ്റ് ഇസ് ദ ഫ്രിക്ഷണൽ ഫോഴ്സ് ബിറ്റ്വീൻ ദ റോഡ് ആൻഡ് ദി ടയർ ആണ്. ശരി, ഞാൻ ആ കാറിനെ ഒന്നും കൂടെ വരയ്ക്കാൻ ശ്രമിക്കുകയാണ്. ഇങ്ങോട്ട് ഓക്കെ, ഇത് നിങ്ങളുടെ കാറാണെന്ന് വിചാരിച്ചു കൊള്ളുക. കാറിനെ കൊണ്ട് ഇരിക്കുന്നതൊക്കെ സങ്കല്പിക്കുക. ഞാൻ വലിയൊരു ചിത്രകാരനൊന്നും അല്ല. അപ്പൊ ഈ കാറിന് ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് എന്തൊക്കെയാണ്? ഒന്ന് വെയിറ്റ് ആക്ടിങ് ഡൗൺവേർഡ്സ്, mg തീർച്ചയായിട്ടുമാണ്. രണ്ടാമതുള്ളത് ആരാണ്? ഇറ്റ് ഈസ് ദ നോർമൽ റിയാക്ഷൻ ആക്ടിങ് അപ്വേർഡ്സ് അല്ലെ. അപ്പൊ ഈ കാറിന് ഇപ്പോൾ ഈ കിടക്കുന്ന കാറിന് ഇപ്പൊ എന്തൊക്കെയുണ്ട്? ഒന്ന് വെയിറ്റ് ആക്ടിങ് ഡൗൺവേർഡ്സ് ഉണ്ട്, ഒന്ന് നോർമൽ റിയാക്ഷൻ ആക്ടിങ് അപ്വേർഡ്സ് ഉണ്ട്. ഇനി മറ്റെന്തെങ്കിലും ഫോഴ്സിൽ ആക്ട് ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ആരാണ്? ടയറും റോഡും തമ്മിലുള്ള ഫ്രിക്ഷണൽ ഫോഴ്സ്. ഞാൻ ആ ഫ്രിക്ഷണൽ ഫോഴ്സിനെ FS എന്ന് വിളിക്കുകയാണ്. FS ആക്ച്വലി FS മാക്സ് ആണ് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത്, ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. കാരണം ഞാൻ എന്റെ ടയറിന് കൊടുക്കാവുന്ന മാക്സിമം ഫ്രിക്ഷൻ ഞാൻ ഇവിടെ അപ്ലൈ ചെയ്യുക. സ്റ്റാറ്റിക് ഫ്രിക്ഷനേ ഉള്ളൂ, വണ്ടി ഓടുമ്പോൾ കറന്റ് ഫ്രിക്ഷനേ ഉള്ളൂ. എങ്കിലും ഞാൻ സങ്കല്പിക്കുകയാണ് എന്റെ വാഹനത്തിന്റെ ടയറിന് മാക്സിമം ഫ്രിക്ഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എത്രയാണ്? അതിന്റെ ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. അതുകൊണ്ടാണ് FS മാക്സ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഈ ഫോഴ്സിന്റെ ഡയറക്ഷൻ എന്താണ്? സർഫസിന് പാരലായിരിക്കും, റോഡിന് പാരലായിരിക്കും ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ ഡയറക്ഷൻ. ഓക്കെ, ഈ ഫിഗർ ഞാൻ ഇങ്ങോട്ടൊന്ന് മാറ്റി വെക്കുകയാണ്. എങ്ങോട്ടാ? നമ്മുടെ റോഡിലേക്ക്. നമ്മുടെ റോഡിൽ ടയർ കാറുണ്ട്. ഈ കാറിന്റെ മാസ് M ആണ്. ഓക്കെ, ഇപ്പൊ കാർ ഒന്ന് സങ്കല്പിച്ചോളണേ. കാറിന്റെ മാസ് M ആണ്. What are the forces acting on this car? നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം. എന്തൊക്കെ കാണും? ഒന്ന് നോർമൽ റിയാക്ഷൻ ആക്ടിങ് അപ്വേർഡ്സ്, രണ്ട് വെയിറ്റ് ആക്ടിങ് ഡൗൺവേർഡ്സ്. നിങ്ങൾ ഇത് ലോജിക്കായിട്ട് ചിന്തിക്കണം. വെയിറ്റ് ഭൂമിയിലേക്കാണ്, നോർമൽ റിയാക്ഷൻ സർഫസിന് പെർപെൻഡിക്കുലർ ആണ്, റോഡിന് പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ ഈ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു വിരോധാഭാസം തോന്നാം. പക്ഷെ നിങ്ങളുടെ മനസ്സിൽ വേണ്ടത് വെയിറ്റ് ആക്ടിങ് ഡൗൺവേർഡ്സ്. കാർ ഇവിടെ കിടക്കുകയാണ്. ഇപ്പൊ നമുക്ക് അങ്ങനെ വരയ്ക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ കാർ ഇവിടെ കിടക്കുകയാണ്. കാർ റോഡിൽ, ഇത് റോഡാണെങ്കിൽ കാർ ഇവിടെ കിടക്കുകയാണെങ്കിൽ, ഇതാണ് കാറെങ്കിൽ വെയിറ്റ് ആക്ടിങ് ഡൗൺവേർഡ്സ്, നോർമൽ റിയാക്ഷൻ ആക്ടിങ് അപ്വേർഡ്സ്. റോഡ് ഇങ്ങനെ വരുവാന്ന് വിചാരിച്ചോളുക. റോഡ് ഇങ്ങനെ വരികയാണ്. റോഡ് ഇങ്ങനെ, അങ്ങനെ വരുന്ന റോഡിന് ഒരു സർക്കുലർ പാത്തായിട്ട് കൺസിഡർ ചെയ്താൽ അതിന്റെ സെന്റർ ഇങ്ങോട്ടാ, അതിന്റെ സെന്റർ എന്നിലേക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഇങ്ങനെ റോഡ്, എനിക്ക് ചുറ്റും ആ റോഡ്. അപ്പൊ റോഡിന്റെ സെന്റർ ഞാനാണ്. അപ്പൊ എന്നിലേക്കുള്ള റേഡിയസ്. അങ്ങനെ കാർ വേഗതയിൽ ചുറ്റിയെടുക്കുമ്പോൾ ഈ കാറിന്റെ ടയറിന്, നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മളെ വേഗതയിൽ ചുറ്റുമ്പോൾ നിങ്ങൾ ബസ്സിനകത്തിരിക്കുക. ബസ്സിനകത്തിരിക്കുമ്പോൾ ബസ് പെട്ടെന്ന് ചരിച്ചെടുക്കുമ്പോൾ നിങ്ങൾ എങ്ങോട്ടായിരുന്നത്? ബസ്സിന് പുറത്തേക്കാ. ചിന്തിച്ചു നോക്കുക. ബസ് ഇങ്ങനെ വളയുമ്പോൾ ബസ്സിന് പുറത്തേക്കാ നിങ്ങൾ നിങ്ങൾ വീഴാൻ പോകുന്നു. ചരിഞ്ഞ സീറ്റിന്റെ സൈഡിൽ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ ബസ്സിലേക്ക് അങ്ങ് അമരും ഇല്ലേ? അപ്പൊ നിങ്ങളുടെ ടെൻഡൻസി ബസ്സിൽ നിന്ന് പുറത്തേക്ക് തെറിച്ച് വീഴാനാ. ബസ് ഇങ്ങനെ വേഗത പോവാ. അതുപോലാണ് കാറിന്റെ ടയറിന്റെ ടെൻഡൻസി എന്താണ്? ആ സർക്കുലർ പാത്തിന് പുറത്തേക്കാണ്, പുറത്തേക്ക് പാരലൽ. അപ്പൊ ഫ്രിക്ഷണൽ ഫോഴ്സ് എങ്ങോട്ടായിരിക്കും? ആ പുറത്തേക്ക് തെറിക്കാനുള്ള ടെൻഡൻസിക്ക് ഓപ്പോസിറ്റ് ആയിരിക്കും ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ ഡയറക്ഷൻ. അപ്പൊ ഫ്രിക്ഷണൽ ഫോഴ്സ് എങ്ങോട്ട് ആക്ട് ചെയ്യും? ടുവേർഡ്സ് ദ center of the rod. Frictional force is acting towards the center of the rod. Okay, towards the center of the rod, parallel to the surface, parallel to the surface. Okay, അപ്പൊ ഇനി മറ്റൊരാളും കൂടെ ഉണ്ടല്ലോ. അങ്ങനെ വട്ടം കറങ്ങുമ്പോൾ കാർ ഇങ്ങനെ പോവുകയാണ്. ഞാനാണ് സെന്ററിൽ നിൽക്കുന്നത്. അപ്പം ഞാൻ എന്ന സെന്ററിലേക്ക് സെൻട്രിപെറ്റൽ ഫോഴ്സ് ഉണ്ട്. അപ്പൊ ആരും കൂടെ ഉണ്ട് അവിടെ? അതിലേക്ക് സെൻട്രിപെറ്റൽ ഫോഴ്സും കൂടെ ഉണ്ട്. സെൻട്രിപെറ്റൽ ഫോഴ്സ് mv²/r ഉണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളുണ്ട് അവിടെ അല്ലെ. സെൻട്രിപെറ്റൽ ഫോഴ്സും ഉണ്ട്, ഈ പറയുന്ന പോലെ ആരും ഉണ്ട്, സ്റ്റാറ്റിക് ഫ്രിക്ഷനും ഉണ്ട്, ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ FS മാക്സും ഉണ്ട്. എന്തുകൊണ്ടാണ് മനസ്സിലായാലും FS മാക്സ് സെന്റർ ആയത്? ബിക്കോസ്
ഈ വളവ് എടുക്കുമ്പോൾ വളവ് ഇങ്ങനെ വരുമ്പോൾ കാറിന്റെ ടയർ ടെൻഡൻസി പുറത്തേക്ക് പോകാനാണ്. നമ്മൾ അകത്ത് ബസ്സിനകത്ത് ഇരിക്കുമ്പോൾ നമ്മുടെ ടെൻഡൻസി പുറത്തേക്ക് തെറിക്കാനാണ്. പക്ഷെ നമുക്ക് അപ്പൊ ആ അപ്ലൈഡ് ഫോഴ്സിന് ഓപ്പോസിറ്റ് ആയിരിക്കും ഫ്രിക്ഷണൽ ഫോഴ്സ്. അതുകൊണ്ടാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് ഉള്ളിലേക്കായത്. അപ്പൊ നിങ്ങൾക്ക് പറയാം ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ് ആരെ കൊടുത്തത്? സെൻട്രിപെറ്റൽ ഫോഴ്സിന്. അപ്പൊ നമുക്ക് എഴുതാം Fs max is equal to എന്നാ എഴുതാം? mv square by r എന്ന് എഴുതാം. Fs max is equal to mv square by r എന്ന് എഴുതാം. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ Fs max equals mv square by r ആണെങ്കിൽ Fs max equals എന്താണ്? Fs max അല്ലെങ്കിൽ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ is directly proportional to നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു നോർമൽ റിയാക്ഷൻ. അഥവാ Fs max equals ഇവിടെ മാക്സ് ഉപയോഗിക്കേണ്ടതാണ്. Fx max equals µs into r. ഇവിടെ mu എന്താ നമ്മൾ വിളിച്ചത്? കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഇവിടെ ആ mu ഡിപെൻഡ് ചെയ്യുന്നത് ടയറിന്റെ ഗ്രിപ്പ, ടയറിന് എത്രത്തോളം ഫ്രിക്ഷൻ കൊടുക്കാൻ പറ്റുമോ. മൊട്ട ടയർ ആണെങ്കിൽ മ്യൂസ് കുറവായിരിക്കും. മൊട്ട അല്ലാത്ത ടയറുകളിലെ ഗ്രിപ്പ് പുതിയ ടയർ ആണെങ്കിൽ ഫ്രിക്ഷൻ കൂടുതലായിരിക്കും. മൊട്ട എന്ന് വെച്ചാൽ അർത്ഥം തേഞ്ഞു പോയ ടയർ ആണെങ്കിൽ ഫ്രിക്ഷൻ കുറവായിരിക്കും. ഇല്ലേ, തേഞ്ഞു പോയ ചെരുപ്പുകളൊക്കെ ഇട്ട് നടക്കുമ്പോൾ തെന്നാനുള്ള ചാൻസ് കൂടുതലല്ലേ. അപ്പൊ നമുക്ക് അടുത്ത സ്റ്റെപ്പില് Fs മാക്സിന് പകരം എന്നാ എഴുതാം? µs r equals അല്ലെ, Fs max equals µs r ആണ്, equals mv square by r എന്ന് എഴുതാം. ഇത് r ആരാ? റേഡിയസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാം ഇവിടുത്തെ വെയിറ്റ് മുഴുവൻ ഏത് ഡയറക്ഷനിലാണ്? വെർട്ടിക്കൽ ഡയറക്ഷൻ അല്ലെ. ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ വെയിറ്റിന്റെ ഒരു കമ്പോണന്റും ഇല്ല. അതുകൊണ്ട് r ഈക്വൽസ് എന്നാ എഴുതാം? നമുക്ക് mg എന്ന് കൃത്യമായിട്ട് എഴുതാം. അപ്പൊ µs into mg ഈക്വൽസ് എന്നാ എഴുതാം? mv square by r എന്ന് എഴുതാം. രണ്ട് സൈഡിൽ m ക്യാൻസൽ ചെയ്ത് പോയാൽ പിന്നെ നമുക്ക് എന്നാ ഉണ്ട്? µs into ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താട്ടെ rg ഈക്വൽസ് µs into rg ഈക്വൽസ് v സ്ക്വയർ ആണ്. അപ്പൊ v ഈക്വൽസ് എന്നാ പറ്റും? റൂട്ട് ഓഫ് µs rg എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ ഒരു ലെവൽഡ് കർവ്ഡ് റോഡിൽ അല്ലെങ്കിൽ ലെവൽഡ് ടേണിംഗ് എടുക്കുമ്പോൾ ഒരു വാഹനത്തിന്റെ വേഗത ഈ കാരണങ്ങളെയൊക്കെ ബന്ധപ്പെട്ട് നിൽക്കും. µs ആരൊക്കെയാണ്? കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. r is the radius of the road, g is the acceleration due to gravity. അപ്പൊ നമ്മുടെ സ്പീഡിൽ വരുന്ന ഒരു വാഹനം ഒരു വളവിലെത്തുമ്പോൾ, ഒരു 100 km/h വരുന്ന വാഹനം തീർച്ചയായിട്ടും വളവിലെത്തുമ്പോൾ വേഗത കുറച്ചാലേ പറ്റൂ എന്ന് മാത്രമല്ല, അവിടുത്തെ വേഗത എത്രയാകാവൂ? ആ വാഹനത്തിന്റെ ടയറിന്റെ ഫ്രിക്ഷന്റെ വാല്യൂ മൾട്ടിപ്ലൈഡ് ബൈ ആ റോഡിന്റെ റേഡിയസ് മൾട്ടിപ്ലൈഡ് ബൈ കോൺസ്റ്റന്റ് ആയ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഇഫ് ദ വെലോസിറ്റി ഓഫ് ദ വെഹിക്കിൾ ഈസ് ഗ്രേറ്റർ ദാൻ ദിസ് വാല്യൂ, അതായത് ഈ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ കിട്ടിയ ആൻസർ 70 ആണെന്ന് വിചാരിച്ചോളുക. വാഹനം വരുന്ന 100 km/h ആണെന്ന് വിചാരിച്ചോളുക. അപ്പൊ എത്ര മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ കിട്ടിയത്? 70 km/h. വാഹനം 100 km/h വരുന്നത് എന്ന് പറഞ്ഞാൽ അർത്ഥം വാഹനത്തിന് അവിടെ ഉണ്ടാകേണ്ട വേഗതയെക്കാളും കൂടുതലാ. തീർച്ചയായിട്ടും the vehicle will skids off from the road. അവിടെ നിന്ന് തെന്നി മാറും. അപ്പൊ തീർച്ചയായിട്ടും വാഹനത്തിന്റെ വെലോസിറ്റി must be less than or equal to root of എന്നാ എഴുതണം? µs r into g എന്ന് എഴുതണം. The velocity of the vehicle in a curved leveled road must be less than or equal to root of µs r g എന്ന് എഴുതണം. ഓക്കെ, അപ്പൊ ഇത് ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ ഒരു എക്സാമ്പിളും കൂടെയാണ്. അപ്പൊ നമ്മള് ഈ ചാപ്റ്ററിൽ ആദ്യം തൊട്ടേ പറഞ്ഞു ഫ്രിക്ഷണൽ ഫോഴ്സ് ഓൾവേസ് ഓപ്പോസസ് ദ മോഷൻ ഓഫ് എ ബോഡി. ഓക്കെ, നമുക്ക് ഇനി ഒരു പ്രോബ്ലം കൂടെ ചെയ്തിട്ട് നമുക്ക് ഈ ടോപ്പിക് അങ്ങ് ക്ലോസ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്, എ ബെൻഡ് ഓൺ എ ഓക്കെ അപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ്, എ ബെൻഡ് ഓൺ എ ലെവൽ റോഡ് ഹാസ് എ റേഡിയസ് ഓഫ് 20 meter. ഫൈൻഡ് ദ മാക്സിമം സ്പീഡ് which a car turning this bend may have without skidding. Given coefficient of static friction between the road and the tire is 0.8. ചോദ്യം മനസ്സിലാക്കാൻ വളരെ സിമ്പിൾ ആണ്. ഒരു വാഹനം റോഡിലൂടെ വരികയാണ്, ഒരു വളവിൽ എത്തിയപ്പോൾ എന്നാ പറ്റി? ആ വളവിന്റെ ബെൻഡിന്റെ റേഡിയസ്, അതായത് വളവ് ഒരു സർക്കിളായിട്ട് കൺസിഡർ ചെയ്ത് അതിന്റെ റേഡിയസ് 20 meter ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ വാഹനത്തിന് എത്ര വേഗത വരെ എടുക്കാം ആ വളവിലൂടെ പോകാൻ? മാക്സിമം എത്ര വേഗത വരെ ആ വളവിലൂടെ സുരക്ഷിതമായി പോകാം, സ്കിഡ് ചെയ്യാം. ഇതാണ് കണ്ടുപിടിക്കുന്നത്. കയ്യിൽ ഇക്വേഷൻ ഉണ്ടല്ലോ, v equals µs rg. വളരെ സിമ്പിൾ ആണ്. v equals root of µs rg ആണ്. or v equals µs എത്രയാണ് തന്നിട്ടുണ്ടല്ലോ? 0.8 ആണ്. റേഡിയസ് എത്രയാണ്? 20 meter ആണ്. ആൻഡ് g എത്രയാണ്? 9.8 ആണ്. നമുക്ക് ആൻസർ ഇങ്ങനെ കിട്ടും, v is equal to 12.5 meter per second എന്ന് കിട്ടും. അതായത് ആ 20 meter മാത്രം റേഡിയസ് ഉള്ള വളവിന് എന്നാ പറ്റും? 12.5 meter per second ആണ് ആ വാഹനത്തിന്
എടുക്കാൻ കഴിയുന്ന മാക്സിമം വേഗത. അതിനപ്പുറം പോയാൽ എന്നാ പറ്റും? അതോ അത് താഴെ ആയിരിക്കണം വേഗത. 12.5 മീറ്റർ പെർ സെക്കൻഡ് മുകളിൽ പോയാൽ എന്നാ പറ്റും? ഓർക്കുക 12.5 മീറ്റർ പെർ സെക്കൻഡ് ആണ്, കിലോമീറ്റർ പെർ ഹവർ ഞാൻ കൺവേർട്ട് ചെയ്തിട്ടില്ല. അപ്പൊ 12.5 മീറ്റർ പെർ സെക്കൻഡ് മുകളിൽ പോയാൽ എന്നാ പറ്റും? വാഹനം സ്കിഡ് ചെയ്യും. അപ്പൊ അതാണ് അത് ചെയ്യുന്നതിന്റെ ഒരു മാർഗം. മറ്റൊരു ചോദ്യം കൂടെ ചെയ്ത് നോക്കാം. അപ്പൊ ചോദ്യം ഇതാണ്: എ കാർ ടേക്സ് എ സർക്കുലർ ടേൺ ഓഫ് റേഡിയസ് 20 മീറ്റർ അറ്റ് എ സ്പീഡ് ഓഫ് 54 km/h. വാട്ട് ഈസ് ദ ലീസ്റ്റ് കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ? മ്യൂസ് ആ കണ്ടുപിടിക്കേണ്ടത് ബിറ്റ്വീൻ ദ ടയേഴ്സ് ആൻഡ് റോഡ് ടു അവോയ്ഡ് സ്കിഡിംഗ്. അപ്പൊ വാഹനത്തിന്റെ പഴയ പോലെ റോഡിന്റെ റേഡിയസ് തന്നിട്ടുണ്ട്, വളവിലെത്തിയപ്പോൾ 20 മീറ്റർ ആണ്. ഇനി കണ്ടുപിടിക്കട്ടെ എന്താ ആ വാഹനം എത്ര വേഗതയിലാ പോന്നെ? 54 km/h പോകുന്നത്. കണ്ടുപിടിക്കേണ്ടത് ആ വാഹനം സുരക്ഷിതമായി പോകണമെങ്കിൽ ആ ടയറിന് എത്രത്തോളം കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഉണ്ടാകണം. ഇതാണ് ചോദ്യം. നമുക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ ഇക്വേഷൻ എന്താണ്? V = μs Rg ആണ് നമ്മുടെ കയ്യിലുള്ള ഇക്വേഷൻ. റൂട്ട് ഓഫ് μs Rg. ടു പ്രിവെന്റ് ദ കാർ ഫ്രം സ്ലിപ്പിംഗ്, μs ഈക്വൽസ് അപ്പൊ എത്ര ആയിരിക്കണം? നമുക്ക് എഴുതാം V² Rg എന്ന് എഴുതാം അല്ലേ? സ്ക്വയർ ഏതാണ്? V² ഈക്വൽസ് μs Rg ആയിരിക്കത്തില്ലേ? V² റൂട്ടിന്റെ സ്ക്വയർ എടുക്കാം, μs Rg. അപ്പൊ μs ഈക്വൽസ് എന്നാ എഴുതാം? V² Rg ആണ്. അപ്പൊ V² എത്രയാണ്? V എത്രയാണ്? 54 km/h ആണ്. അപ്പൊ 54 km/h മീറ്റർ പെർ സെക്കൻഡ് ആക്കിയാൽ 54 × 1000 ഡിവൈഡഡ് ബൈ 60 × 60 എന്ന് എഴുതേണ്ടി വരും അല്ലെ? അതിന്റെ ആൻസർ ഏകദേശം 15 മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. അപ്പൊ μs എത്ര ആയിരിക്കും? μs ഈക്വൽസ് 15² ഡിവൈഡഡ് ബൈ ആ റേഡിയസ് തന്നിട്ടുണ്ട് 20 × 9.8 ആയിരിക്കും. അത് ഏകദേശം 1.15 എന്ന് കിട്ടും. 1.15. അതിന് യൂണിറ്റ് ഉണ്ടോ? ഇല്ല. ബിക്കോസ് μs ഈസ് ജസ്റ്റ് എ റേഷ്യോ ബിറ്റ്വീൻ ആരൊക്കെയാണ്? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആൻഡ് നോർമൽ റിയാക്ഷൻ. ഓക്കെ, നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ നമ്മൾ ലോസ് ഓഫ് മോഷൻ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞാൽ ന്യൂട്ടന്റെ 3 ലോസ് പഠിച്ചു, അതിന്റെ സിഗ്നിഫിക്കൻസുകളും കാര്യങ്ങളും ഒക്കെ പഠിച്ചു. ഓരോ ലോസിലും അതിന്റെ സിഗ്നിഫിക്കൻസ് പഠിച്ചു. ഫസ്റ്റ് ലോ ഇനേഷ്യ ആണ് എക്സ്പ്ലെയിൻ ചെയ്തതെങ്കിൽ രണ്ടാമത്തെ ലോ ഇമ്പൾസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു, അതിന്റെ റിലേഷൻസ് എക്സ്പ്ലെയിൻ ചെയ്തു. മൂന്നാമത്തെ ലോ നമുക്ക് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം കണ്ടുപിടിച്ചു തന്നു. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം കണ്ടുപിടിച്ചു തന്നു. അതിനുശേഷം അതിന്റെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ റിക്കോയിലിംഗ് ഓഫ് ഗൺ കണ്ടു. അതിനുശേഷം നമ്മൾ ഫ്രിക്ഷനെ കുറിച്ച് പഠിച്ചു. ഫ്രിക്ഷനെ കുറിച്ച് പഠിച്ചതിന് ശേഷം നമ്മൾ ഫ്രിക്ഷന്റെ ഒരു ആപ്ലിക്കേഷനും പഠിച്ചു. ഏതായിരുന്നു? കാർ ഓൺ എ സർക്കുലർ റോഡ്. നമുക്ക് ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് ഫ്രിക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അസൈൻമെന്റ് ഞാൻ നിങ്ങൾക്ക് തരികയാണ്. അസൈൻമെന്റ് നിങ്ങൾ എല്ലാവരും നോട്ട്ബുക്കിലേക്ക് എഴുതണം. ക്വസ്റ്റ്യൻ ഇതാണ്: ഫ്രിക്ഷൻ ഈസ് എ നെസസറി ഈവിൾ, കമന്റ്. നിങ്ങൾ 9ാം ക്ലാസ്സിൽ ഇതേ ക്വസ്റ്റ്യൻ കേട്ടുള്ളതാണ്. ഫ്രിക്ഷൻ ഒരു അത്യാവശ്യമായ വിചാരമാണ്. ഫ്രിക്ഷൻ ഈസ് എ നെസസറി ഈവിൾ. അപ്പൊ എല്ലാവരും നോട്ട് ചെയ്യുക. ഫ്രിക്ഷൻ ഈസ് എ നെസസറി ഈവിൾ, കമന്റ്. അതാണ് നിങ്ങൾക്കുള്ള അസൈൻമെന്റ്. നിങ്ങൾ നോട്ട്ബുക്കിൽ തന്നെ എഴുതുക. എന്താണ് സംഭവം? ഫ്രിക്ഷൻ ഈസ് എ നെസസറി ഈവിൾ എന്ന് വെച്ചാൽ ഫ്രിക്ഷൻ അത്യാവശ്യമായിട്ടുള്ള ഒരു ചെകുത്താനാണ്. അപ്പൊ ഫ്രിക്ഷൻ ആവശ്യവുമാണ് അനാവശ്യവുമാണ് അല്ലെ? ഫ്രിക്ഷന്റെ ആവശ്യം എന്താ? അത് എഴുതുക. അഡ്വാൻറ്റേജസ് ഓഫ് ഫ്രിക്ഷൻ. ഫ്രിക്ഷന്റെ അനാവശ്യം എന്താ? ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഫ്രിക്ഷൻ. പെട്ടെന്നൊന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രിക്ഷൻ കാരണമാണ് നമ്മുടെ ചെരുപ്പുകളൊക്കെ തേഞ്ഞു പോകും അല്ലേ? കുറച്ച് നാൾ ഉപയോഗിക്കുമ്പോൾ ചെരുപ്പുകൾ തേഞ്ഞു പോകും, ടയറുകൾ തേഞ്ഞു പോകും. ഫ്രിക്ഷൻ തേയ്മാനം ഉണ്ടാക്കും. പക്ഷെ ഫ്രിക്ഷൻ ഇല്ലായിരുന്നെങ്കിൽ എന്നാ പറ്റും? നിങ്ങൾക്ക് നേരെ നടക്കാൻ പറ്റുമോ? നിങ്ങൾ വെന്നി എഴുതി താഴെ വീണേ. റോഡിലും ടയറും തമ്മിൽ ഫ്രിക്ഷൻ ഇല്ലായിരുന്നെങ്കിൽ വണ്ടി അവിടെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുവോ? ഇല്ല. അപ്പൊ ഫ്രിക്ഷൻ ആവശ്യവുമാണ് അനാവശ്യവുമാണ്. അപ്പൊ നിങ്ങൾ എഴുതേണ്ട ഇതാണ്: അഡ്വാൻറ്റേജസ് ഓഫ് ഫ്രിക്ഷൻ എഴുതണം, ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഫ്രിക്ഷൻ എഴുതണം. കുഞ്ഞു ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചതാണ്. നിങ്ങൾ ഗൂഗിൾ നോക്കിയാൽ മതി. ആൻഡ് സം മെത്തേഡ്സ് ടു റെഡ്യൂസ് ഫ്രിക്ഷൻ. ഇത് സം മെത്തേഡ്സ് ടു റെഡ്യൂസ് ഫ്രിക്ഷൻ. അപ്പൊ ഓർത്തിരിക്കാം. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. താങ്ക് യു.